ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ഡി സി മെഷീൻസിൻ്റെ 2-3 ചെറിയ ചെറിയ ടോപ്പിക്സ് നമുക്ക് ഡി സി മെഷീൻസിനെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അതിലൊന്നാമത്തെ ടോപ്പിക്കാണ് നമ്മുടെ സ്പീഡ് കൺട്രോള്, അതുപോലെ തന്നെ ടെസ്റ്റുകൾ, ഏതൊക്കെ ടെസ്റ്റുകൾ എന്നൊക്കെയുള്ള ലെവലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, so first speed control of DC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. നമുക്ക് എക്സസീവ് ആയാൽ പ്രശ്നമാണ്, അത് കൺട്രോൾ ചെയ്താൽ പറ്റും അല്ലേ. അപ്പോൾ സ്പീഡ് കൺട്രോൾ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പീഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മുടെ മോട്ടറിൽ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഓക്കെ, സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. EA = VT - IARA. നമുക്കറിയാം EA = K ωm × phi. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒമേഗ സ്പീഡ് EA / K × phi. ശരിയാണല്ലോ. അതായത് EA എന്ന് പറയുന്നത് എന്താണ്? VT - IARA / phi. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ സ്പീഡിനെ ഏതൊക്കെ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആർമേച്ചർ വോൾട്ടേജ്, അല്ലെങ്കിൽ നമ്മളെ ആർമേച്ചറിൻ്റെ അക്രോസ് കിട്ടുന്ന വോൾട്ടേജ്, അതായത് നമ്മളെ സപ്ലൈ വോൾട്ടേജ് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് തന്നെ കേട്ടോ. ആർമേച്ചറിൻ്റെ അക്രോസ് നമുക്ക് ടെർമിനൽ വോൾട്ടേജ് അല്ലേ കിട്ടുക, അതുകൊണ്ടാണ് നമ്മൾ VT അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജ് എന്ന് എന്തുവേണം വിളിക്കാം. ഓക്കെ, രണ്ടാമത്തത് ആർമേച്ചർ റെസിസ്റ്റൻസ് RA. ദെൻ മൂന്നാമത്തത് ഫ്ലക്സ് ഫൈ. ഓക്കെ, ഈ മൂന്നെണ്ണം നമുക്ക് ഇക്വേഷനിലുണ്ട്, VT RA phi. പക്ഷെ I ഇല്ല, ശരിയല്ല. അതായത് നമുക്ക് സ്പീഡ് IN ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ആർമേച്ചർ കറണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം സ്പീഡ് കൺട്രോൾ ഈ ആർമേച്ചർ കറണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോളിങ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാത്തത്. ഓക്കെ, ഇനി സ്പീഡ് കൺട്രോളിൽ 2-3 ടേമുകൾ നമ്മൾ അറിയണം. അതായത് ബേസ് സ്പീഡ്. എന്താണ് ബേസ് സ്പീഡ് എന്ന് പറയുന്നത്? ബേസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറിൻ്റെ റേറ്റഡ് സ്പീഡ് തന്നെയാണ്. അതായത് മോട്ടർ റൺ ചെയ്യുന്ന സ്പീഡ്. ഓക്കെ, അതായത് നമ്മുടെ ഈ നെയിം പ്ലേറ്റില്ലേ മോട്ടറിൻ്റെ, ആ മോട്ടറിൻ്റെ നെയിം പ്ലേറ്റിൽ കാണുന്ന സ്പീഡാണ് ഇത് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ദ സ്പീഡ് അറ്റ് വിച്ച് ദ മോട്ടർ റൺസ്, നമ്മളെ റേറ്റഡ് വോൾട്ടേജും റേറ്റഡ് ഫീൽഡ് കറണ്ട് കൊടുക്കുമ്പോൾ മോട്ടർ റൺ ചെയ്യുന്ന സ്പീഡാണ് നമ്മുടെ ബേസ് സ്പീഡ് അല്ലെങ്കിൽ റേറ്റഡ് സ്പീഡ്. ഓക്കെ, അടുത്തത് സ്പീഡ് റെഗുലേഷൻ. സ്പീഡ് റെഗുലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് സ്പീഡ് റെഗുലേഷൻ്റെ ഫോർമുലേറ്റ്? ഈസ് ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് എ മോട്ടറിൻ്റെ സ്പീഡ് അല്ലേ. ഒന്നും കൂടി എഴുതാം. ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് എ മോട്ടർ, ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് എ മോട്ടർ ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ്. നോ ലോഡിൽ നിന്ന് ഫുൾ ലോഡിലേക്കുള്ള മോട്ടറിൻ്റെ സ്പീഡിൻ്റെ ചേഞ്ച് ആസ് എ റേഷ്യോ ഓഫ് ദ റേറ്റഡ് സ്പീഡ് ഓർ ബേസ് സ്പീഡ്. റേറ്റഡ് സ്പീഡ് അല്ലെങ്കിൽ ബേസ് സ്പീഡിൻ്റെ ലെവലിൽ ആണ് നമ്മളതിനെ സ്പീഡ് റെഗുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഴുതാം, പെർസെൻറ്റേജ് സ്പീഡ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു ωNL - ωFL / ബേസ് അല്ലെങ്കിൽ റേറ്റഡ് സ്പീഡ് ഇൻറ്റു 100%. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും മോട്ടർ വരെ നമ്മൾ വിചാരിക്കുന്ന ഡിസൈഡ് സ്പീഡിൽ റൺ ചെയ്യണം എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പീഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് വളരെ കുറവായിരിക്കണം. അതായത് സ്പീഡ് റെഗുലേഷൻ മിനിമം ആസ് പോസിബിൾ ആയിരിക്കണം. ക്ലിയർ അല്ലേ? വളരെ മിനിമമായ മാത്രമേ നമുക്ക് നമ്മുടെ ഡിസൈഡ് അനുസരിച്ച് സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. ഓക്കെ, നെക്സ്റ്റ് ടേം സ്പീഡ് റേഞ്ചാണ്. ഓക്കെ, സ്പീഡ് റേഞ്ച് എന്ന് പറഞ്ഞൊന്നുമില്ല.
ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ മാക്സിമം അലൗഡ് സ്പീഡ് ടു ദ മിനിമം അലൗഡ് സ്പീഡ്. മാക്സിമം സ്പീഡ് ബൈ മിനിമം സ്പീഡാണ് സ്പീഡ് റേഞ്ച്. ഓക്കെ, അടുത്ത രണ്ട് ടേമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് കുറച്ച് കഴിഞ്ഞ് നോക്കും. ഒന്ന് കോൺസ്റ്റൻറ്റ് പവർ ഡ്രൈവ് ആണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് പവർ ഡ്രൈവ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് പവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ലോഡ്, ഒരു പർട്ടിക്കുലർ ലോഡ് നമ്മുടെ മോട്ടർ ഡ്രൈവ് ചെയ്യുന്നു. ഡ്രൈവ് ചെയ്യുന്ന വെച്ചാൽ നമ്മളതിനെ ഡ്രിവൻ ചെയ്യുന്നു അല്ലേ. അപ്പം ആ വെൻ ദ മോട്ടർ ഡ്രൈവ്സ് എ പർട്ടിക്കുലർ ലോഡ്, നമ്മൾ അതിനെ വിളിക്കുന്നവരാണ് ഡ്രൈവ് ചെയ്യുക. ഡ്രൈവ് വെച്ചാൽ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറിന്, അതായത് ദ മോട്ടർ ഡ്രൈവ്സ് എ ലോഡ്, അതായത് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ്, ഒരു സ്പീഡ് റേഞ്ചിൻ്റെ ഇടയിൽ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡാണ് ആവശ്യമുള്ളതെങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റൻറ്റ് പവർ ഡ്രൈവ് എന്നും, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് റേഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പീഡ് റേഞ്ചിൻ്റെ സമയത്ത് ഒരു കോൺസ്റ്റൻറ്റ് ടോർക്കാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് ടോർക്ക് ഡ്രൈവ് എന്നുമാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഒരു സ്പീഡ് റേഞ്ചിൻ്റെ സമയത്ത് നമുക്കൊരു കോൺസ്റ്റൻറ്റ് പവറാണ് നമുക്ക് വേണ്ടത്, കോൺസ്റ്റൻറ്റ് പവർ ഡ്രൈവ് എന്നും, ആ സമയത്ത് ഒരു കോൺസ്റ്റൻറ്റ് ടോർക്കാണ് വേണ്ടതെങ്കിൽ നമുക്കതിനെ ഒരു കോൺസ്റ്റൻറ്റ് ടോർക്ക് ഡ്രൈവ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം വിളിക്കാൻ വേണ്ടി സാധിക്കും. ക്ലിയർ? അതാണ് കോൺസ്റ്റൻറ്റ് പവർ ഡ്രൈവ്, കോൺസ്റ്റൻറ്റ് ടോർക്ക് ഡ്രൈവ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ ഈ സ്പീഡ് കൺട്രോൾ കഴിയുമ്പോൾ അതിൻ്റെ എൻഡിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്പീഡ് കൺട്രോളിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺസ്റ്റൻറ്റ് ടോർക്കും അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് പവറും. ഓക്കെ, അപ്പോൾ ഈ സ്പീഡ് കൺട്രോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഈ തരത്തിൽ നമുക്ക് പോസിബിൾ ആണ് എന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പോൾ ആ ഇതിൽ മെയിനായിട്ട് വരുന്ന രണ്ട് ടൈപ്പ് സ്പീഡ് കൺട്രോളാണ്. അതായത് ഒന്ന് ബൈ വേരിയിങ് ഫ്ലക്സ്, നമ്മൾ നേരത്തെ കണ്ടു ഫ്ലക്സ് പെർ പോള്, ഫ്ലക്സ് വേരി ചെയ്തിട്ടുള്ള അതിനാണ് നമ്മൾ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ബൈ വേരിയിങ് റെസിസ്റ്റൻസ്, ആർമേച്ചർ റെസിസ്റ്റൻസിനെ വേരി ചെയ്തിട്ടുള്ള മെത്തേഡ്. അതായത് ആർമേച്ചർ റെസിസ്റ്റൻസ് ഇൻ എഫക്റ്റ് സപ്ലൈ വോൾട്ടേജ് തന്നെയാണ് ആക്ച്വലി. ഓക്കെ, ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് വേറെ മെത്തേഡ് ഉണ്ട്. സ്റ്റിൽ അതിനെക്കാട്ടിയും കുറച്ചുകൂടി പ്രിഫറൻസ് ചെയ്യുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ എന്ന് പറയുന്ന ഈ മെത്തേഡിനെയാണ് കുറച്ചും കൂടി പ്രിഫറൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ നോട്ട് ചെയ്യുക. അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്ന സാധനം ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്ന് വിളിക്കുക, ആർമേച്ചർ കൺട്രോൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ റിയോസ്റ്റാറ്റിക് കൺട്രോൾ എന്ന് വിളിക്കുക, റിയോസ്റ്റാറ്റിക് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളിനെ കുറിച്ച് നോക്കാം. ഷണ്ട് മോട്ടർ. ഇപ്പോൾ ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളിൻ്റെ കേസിൽ നമുക്ക് വരുന്നത് നമ്മളൊരു ആർ ഷണ്ട്, ഇവിടെ നമ്മൾ ആർമേച്ചർ, പ്ലസ് ഓർ മൈനസ് വി, IL, IA, ISH. ഓക്കെ, ഇവിടെ നമ്മളൊരു ഫീൽഡ് റിയോസ്റ്റാറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഒരു ഫീൽഡ് റിയോസ്റ്റാറ്റ്. ക്ലിയർ? അതായത് ഒരു വേരിയബിൾ ഫീൽഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഷണ്ട് ഫീൽഡ് റിയോസ്റ്റാറ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. കാരണം ഷണ്ടിന് അടുപ്പിച്ചുള്ളതുകൊണ്ടാണ് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസിലെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് നമ്മളുടെ ഫ്ലക്സിനെ നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കും. കാരണം ഷണ്ട് ഫീൽഡ് റിയോസ്റ്റാറ്റാണ്. ഓക്കെ, ഷണ്ട് ഫീൽഡ് റിയോസ്റ്റാറ്റാണ്, അതുകൊണ്ട് തന്നെ ഫ്ലക്സിനെ കുറയ്ക്കും. അപ്പോൾ ഫ്ലക്സിനെ കുറയ്ക്കുക എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ അർത്ഥം നമ്മുടെ സ്പീഡിന് എന്താ സംഭവിക്കുക, സ്പീഡ് എന്തായിരുന്നു, K × V - IR/5. അതായത് സ്പീഡിനെ കുറയ്ക്കുക, അല്ല ഫ്ലക്സിനെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ
ഈ ഫസ്റ്റ് മെത്തേഡ്, അതായത് ഈ ഫ്ലക്സ് കുറയുന്ന മെത്തേഡ്, ഫ്ലക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വേണം ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, ഫ്ലക്സ് കൺട്രോൾ മെത്തേഡിൽ ഫ്ലക്സ് കുറയുന്നു, അറ്റ് ദ സെയിം ടൈം സ്പീഡ് കൂടുന്നു. നമുക്ക് നോർമൽ സ്പീഡിനെക്കാട്ടിയും കൂടുതൽ സ്പീഡാണ് ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ സ്പീഡ് ഹയർ ദാൻ നോർമൽ സ്പീഡ് ആർ ഒബ്റ്റെയിൻ. ഇത് ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ വേറെ ഒന്നും ഇതിൽ പഠിക്കാനൊന്നുമില്ല. ഓക്കെ, ഈ സ്പീഡ് കൺട്രോൾ മെത്തേഡിൽ, ഫ്ലക്സ് കൺട്രോൾ മെത്തേഡിൽ നിങ്ങൾക്ക് സ്പീഡ് ഹയർ ദാൻ യുവർ നോർമൽ സ്പീഡ്സ് ആർ ഒബ്റ്റെയിൻഡ്. ഓക്കെ, ഇനി അടുത്തത് 2 ആർമേച്ചർ കൺട്രോളാണ്. ആർമേച്ചർ കൺട്രോൾ ഷണ്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു പുതിയ റെസിസ്റ്റർ കണ്ടത്, അതാണ് RC. ഓക്കെ, ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് RC. RCൻ്റെ പേരാണ് കൺട്രോളർ റെസിസ്റ്റൻസ്. ഓക്കെ, കൺട്രോളർ റെസിസ്റ്റൻസ്. ഈ കൺട്രോളർ റെസിസ്റ്റൻസ് നമ്മൾ ആർമേച്ചറായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അതൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കുക, ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ. നിങ്ങൾ സീരീസ് ആയിട്ട് വിത്ത് ആർമേച്ചറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, വി നോ ദാറ്റ് അവർ സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു V മൈനസ് IA ഇൻറ്റു സീരീസ് ആയിട്ട് കണക്ട് ചെയ്തല്ലോ. അപ്പോൾ RC ഉണ്ടല്ലോ ഇവിടെ അല്ലേ. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ഈസ്, നമ്മുടെ ഈ RC കൂടുമ്പോൾ ഈ ടെർമിനോളജി കൂടും, അതായത് നെഗറ്റീവ് ടേം കൂടും, സ്പീഡ് എന്ത് ചെയ്യും, കുറയും. ശരിയല്ലേ? അപ്പം ഈ മെത്തേഡിൻ്റെ പ്രശ്നം വെച്ചാൽ, അല്ലെങ്കിൽ ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ, സ്പീഡ് ബിലോ റേറ്റഡ് സ്പീഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. നമ്മുടെ ഫ്ലക്സ് കൺട്രോൾ എന്തായിരുന്നു, സ്പീഡ് അബോവ് റേറ്റഡ് സ്പീഡ് ആയിരുന്നു. ഇതെന്താണ്, സ്പീഡ് ബിലോ റേറ്റഡ് സ്പീഡ് ഒബ്റ്റെയിൻ ചെയ്യാനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, അപ്പം ഫ്ലക്സ് കൺട്രോൾ സ്പീഡ് അബോവ് റേറ്റഡ് സ്പീഡ്, രണ്ടാമത്തെ മെത്തേഡ് ബിലോ റേറ്റഡ് സ്പീഡ്, ഏതാണ് നമ്മുടെ ഇത് ആർമേച്ചർ കൺട്രോൾ. ഓക്കെ, ദെൻ മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ പറഞ്ഞ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. അപ്പോൾ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ടെന്നാണ് ചോദ്യം വരാറ്. ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് എന്ന് വെച്ചാൽ, ഈ മെത്തേഡ് കുറച്ചുകൂടി ലാർജ് സൈസ് മോട്ടറുകളിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കുറച്ച് എക്സ്പെൻസീവ് മെത്തേഡാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ആർമേച്ചർ വോൾട്ടേജ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ആർമേച്ചർ വോൾട്ടേജ് ബിലോ റേറ്റഡ് വാല്യൂവിൽ മാത്രമേ നമ്മളിത് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഒബ്റ്റെയിൻ, അല്ലെങ്കിൽ വി ക്യാൻ കൺട്രോൾ ദ സ്പീഡ് ക്യാൻ ബി കൺട്രോൾഡ് ഓൺലി ബിലോ റേറ്റഡ് വാല്യൂ. ബിലോ റേറ്റഡ് വാല്യൂവിൻ്റെ സ്പീഡിന് മാത്രമേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ ഈ മെത്തേഡിൻ്റെ വേറെ പ്രത്യേകത വെച്ചാൽ, ഇത് കൂടുതലായും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ. ഓക്കെ, ഷണ്ട് മോട്ടറിൽ ഇത് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, ഷണ്ട് മോട്ടറിൽ ഇത് സ്യൂട്ടബിൾ അല്ല. അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഷണ്ട് മോട്ടറിൽ സ്യൂട്ടബിൾ അല്ലാത്തത് എന്താണെന്ന് ചോദിക്കാം. ഷണ്ട് മോട്ടറിൽ ഇത് സ്യൂട്ടബിൾ അല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, അവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും, വോൾട്ടേജ് ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ട് അത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ഇതിൽ നോട്ട് ചെയ്യാനുള്ളൂ. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല അതിൽ. ഓക്കെ, ഇത് പിന്നെ ഈ മെത്തഡോളജി നമുക്ക് നോർമൽ സ്പീഡിനെ കൂടെ താഴെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, റെയർലി യൂസ്ഡ് ആണ്, എക്സ്പെൻസീവ് ആണ് കുറച്ചും കൂടി. അപ്പോൾ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അടുത്തത് ഷണ്ട് മോട്ടറിൻ്റെ കേസാണ് പറഞ്ഞാൽ, സ്പീഡ് കൺട്രോൾ ഫോർ യുവർ DC സീരീസ് മോട്ടർ.
DC സീരീസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ. അപ്പോൾ ഇതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്ലക്സും ആർമേച്ചറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലക്സ് വേരി ചെയ്തിട്ട് സ്പീഡിൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ് രണ്ടെണ്ണം ഉണ്ട് ഇതിൽ. ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡും ആർമേച്ചർ ഡൈവേർട്ടർ മെത്തേഡും. ഓക്കെ, ഈ ഫ്ലക്സ് കൺട്രോളിൽ വരുന്ന രണ്ട് മെത്തേഡുകളാണ് ഫീൽഡ് കൺട്രോൾ മെത്തേഡും ആർമേച്ചർ കൺട്രോൾ. നമ്മുടെ ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡും ഫീൽഡ് ഡൈവേർട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാമെന്നും ആർമേച്ചർ ഡൈവേർട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാമെന്നും എന്നുള്ള ലെവലിലുള്ള മെത്തേഡുകൾ. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ആദ്യം ഫീൽഡ് ഡൈവേർട്ടർ. ഫീൽഡ് ഡൈവേർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഫീൽഡ് ഡൈവേർട്ടേഴ്സ് ഡ്രോ ചെയ്യാം. ഇവിടെ ഫീൽഡ് റെസിസ്റ്റൻസ് RSC ഉണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഇതിനെ കണക്ട് ചെയ്യുന്നു. ഇതിൻ്റെ പേരാണ് ഡൈവേർട്ടർ. ഓക്കെ, അതായത് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ്. ഡൈവേർട്ടറൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഫീൽഡ് ഡൈവേർട്ടറാണ്. ഫീൽഡ് ഡൈവേർട്ടറാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലക്സ് കൺട്രോളിൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ ഫീൽഡ് തന്നെ ആകുമ്പോൾ എബോവ് നോർമൽ സ്പീഡ് കൺട്രോളാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ എബോവ് നോർമൽ സ്പീഡ് ആയതുകൊണ്ട് ട്രാക്ഷൻ വർക്കിലൊക്കെയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എബോവ് നോർമൽ സ്പീഡിലാണ്, അതായത് ഫ്ലക്സ് വീക്കൻ ചെയ്യും, അതോടൊപ്പം തന്നെ സ്പീഡ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം, ഫീൽഡ് ഡൈവേർട്ടർ അതായത് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണല്ലോ. വേരിയബിൾ റെസിസ്റ്റൻസ്, ഇപ്പോൾ ഫീൽഡ് റെസിസ്റ്റൻസ് ഡൈവേർട്ടർ എന്ന് തന്നെ ചോദിക്കണമെന്നില്ല, ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യാൻ ചോദിച്ചാൽ മതി. ഫീൽഡ് റെസിസ്റ്റൻസ് കോൾഡ് ഫീൽഡ് ഡൈവേർട്ടർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ഏതിന് പാരലൽ, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന് പാരലലായിട്ട് ഒരു ഫീൽഡ് ഡൈവേർട്ടർ കണക്ട് ചെയ്യുന്നു. അതായിരിക്കാം വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഇതുപോലെ ആർമേച്ചർ ഡൈവേർട്ടറും ഉണ്ട്. ഓക്കെ, ആർമേച്ചർ ഡൈവേർട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്പീഡ് ബിലോ നോർമൽ സ്പീഡാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഫ്ലക്സ് കൺട്രോളിൻ്റെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ നമ്മൾ ആർമേച്ചർ ഡൈവേർട്ടറിൽ പറയുന്നതാണെങ്കിൽ സ്പീഡ് ബിലോ നോർമൽ സ്പീഡിലാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വേരിയബിൾ റെസിസ്റ്റൻസ് കോൾഡ് ആർമേച്ചർ ഡൈവേർട്ടർ കണക്ട് ചെയ്യും. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ആർമേച്ചറിന് പാരലലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആർമേച്ചറിന് പാരലാന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഈ സാധനം കട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇവിടെ പ്ലേസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇവിടെയുള്ള ഈ സാധനം എടുത്തിട്ട് നിങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സീരീസ് റെസിസ്റ്റൻസിനെ ക്രോസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഫ്ലക്സ് ഡൈവേർട്ടറും ആർമേച്ചറിന് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആർമേച്ചർ ഡൈവേർട്ടർ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് സീരീസ് മോട്ടറിലെ ഫ്ലക്സ് കൺട്രോൾ. പിന്നെ സീരീസ് മോട്ടറിലെ ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ എന്ന് പറയുന്നത് ഫിഗർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഹിയർ
അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു വേരിയബിൾ റെസിസ്റ്റർ, ഇതാണ് നമ്മുടെ വേരിയബിൾ റെസിസ്റ്റർ. ഈ വേരിയബിൾ റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു വിത്ത് സപ്ലൈ ടു ദ മോട്ടർ. അപ്പോൾ ഇത് വയ്ക്കുക, വേരിയബിൾ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ഇൻ സീരീസ്. എങ്ങനെ കണക്ട് ചെയ്യുന്നു? ഇൻ സീരീസ് വിത്ത് ദ സപ്ലൈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക വിത്ത് സപ്ലൈ ടു ദ മോട്ടർ. ഓക്കെ, ഈ മെത്തേഡിലും എന്താ വെച്ചാൽ സ്പീഡ് ബിലോ റേറ്റഡ് സ്പീഡ് ആർ ഒബ്റ്റൈൻഡ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ട് കാര്യമായിട്ടുള്ളത്. ഓക്കെ, ഇത്തരം കുറച്ച് കാര്യങ്ങളെ ഇതിൽ നോക്കാനുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മൾ 2 ടൈപ്പ് സ്പീഡ് കൺട്രോള്, ആർമേച്ചർ കൺട്രോളും ഫ്ലക്സ് കൺട്രോളും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺട്രോളാണ് വാർഡ് ലിയോണാർഡ് മെത്തേഡ്. വാർഡ് ലിയോണാർഡ് മെത്തേഡ്. ഓക്കെ, വാർഡ് ലിയോണാർഡ് മെത്തേഡ് എന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ ബോത്ത് ദി അബവ് ആൻഡ് ബിലോ സ്പീഡ്. ബോത്ത് അബവും ബിലോവും കണ്ടുപിടിക്കാനുള്ള കാര്യം. അതായത് നമുക്ക് ആർമേച്ചർ വോൾട്ടേജിൻ്റെ ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോളിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം, ഫീൽഡ് റെസിസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഈ കേസിൽ നമ്മുടെ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോളും അതുപോലെ ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ, റിയോസ്റ്റാറ്റിക് കൺട്രോളും ഏത് സ്പീഡാണ് തരുന്നത്? നമുക്ക് ബിലോ റേറ്റഡ് സ്പീഡാണ് തരുന്നത്. ശരിയല്ലേ? അതുപോലെ ഫീൽഡ് കൺട്രോൾ അല്ലെങ്കിൽ ഫ്ലക്സ് കൺട്രോൾ ഏത് സ്പീഡിലാണ്? ഫ്ലക്സ് കൺട്രോൾ മാത്രമേ എബവ് റേറ്റഡ് സ്പീഡ് തരുന്നുള്ളൂ കേട്ടോ, അത് ഓർത്ത് വയ്ക്കാം. ഫ്ലക്സ് കൺട്രോൾ അല്ലെങ്കിൽ ഫീൽഡ് കണ്ടാൽ മാത്രമേ നിങ്ങൾ എബവ് റേറ്റഡ് സ്പീഡ് എന്ന് എഴുതാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തത് വാർഡ് ലിയോണാർഡ് മെത്തേഡ്. അപ്പോൾ ഈ വാർഡ് ലിയോണാർഡ് മെത്തേഡിൽ രണ്ടും യൂസ് ചെയ്യുന്നുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കുക. സിമിലർലി അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ മോട്ടർ എന്ന് പറയുന്നത് ഹിയർ ദ മോട്ടർ ഈസ് ഓപ്പറേറ്റിംഗ് ആസ് എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിന്റ്സ് എഴുതി വെച്ചോ. ദ മോട്ടർ ഈസ് ഓപ്പറേറ്റിംഗ് ആസ് എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 2 ജനറേറ്ററും നമുക്ക് ഈ സർക്യൂട്ടിൽ വേണം, അതുപോലെ തന്നെ മോട്ടറും വേണം. ഓക്കെ, ജനറേറ്ററും വേണം, അതുപോലെ തന്നെ മോട്ടറും വേണം. സോ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റിൽ നിന്നാണ് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ ആർമേച്ചർ കൺട്രോൾ, നമ്മൾ നേരത്തെ കോൺസ്റ്റന്റ് പവർ ഡ്രൈവും കോൺസ്റ്റന്റ് ടോർക്ക് ഡ്രൈവ് എന്നും പറഞ്ഞില്ലേ, അതിലേക്കൊക്കെ വരുന്നത് നമ്മൾ ആക്ച്വലി ഈ കൺസെപ്റ്റിൽ നിന്നാണ്, ഈ വാർഡ് ലിയോണാർഡിൻ്റെ കൺസെപ്റ്റിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ വാർഡ് ലിയോണാർഡിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു ബ്രീഫിംഗ് തരാം. ഇവിടെ നിങ്ങളെ ഒരു ജനറേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതിനിടയിലാണ് നമ്മൾ പറഞ്ഞ സപ്ലൈ. അപ്പോൾ ഈ ജനറേറ്റർ വിൽ ബി കപ്ലൈഡ് ടു എ പ്രൈം മൂവർ. സപ്പോസ് ഒരു ഇൻഡക്ഷൻ മോട്ടറാണെന്ന് വിചാരിക്കും. ഇവിടെ അതിൻ്റെ ബാക്കി കണക്ഷൻസ് ഉണ്ടാവും. ഇവിടെ സപ്ലൈ പോകുന്നുണ്ടാവും, ഇവിടെ ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഫീൽഡ് ഉണ്ടാവും, ഇവിടെ നിന്നാണ് അതിൻ്റെ സപ്ലൈ പോകുന്നത്, DC സപ്ലൈ. ഓക്കെ, അപ്പം നമ്മുടെ DC ജനറേറ്ററിൻ്റെ ടെർമിനൽസൊക്കെ DC മോട്ടറുമായിട്ട് എന്താണ് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം ഈ DC മോട്ടറിലൊരു പവർ സപ്ലൈ ആയിട്ടാണ് ആരെ ആക്ട് ചെയ്യുന്നത്? DC ജനറേറ്റർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫ്ലക്സ് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ഈ ജനറേറ്ററിൻ്റെ പ്രോപ്പർട്ടി മോട്ടറിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അപ്പം അങ്ങനെ രണ്ടിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2 മെത്തേഡ് കൺട്രോൾ അല്ലെങ്കിൽ 2 സ്പീഡ് കൺട്രോൾ മെത്തേഡ്സിനും നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ഒരു പ്രത്യേകത ആയിട്ട് ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ 2 സ്പീഡ് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ സ്പീഡ്
ക്യാൻ ബി കൺട്രോൾഡ് ഇൻ വൈഡ് റേഞ്ച്. അതായത് വൈഡ് റേഞ്ച് കൺട്രോൾ പോസിബിൾ ആണ് ഇവിടെ. വൈഡ് റേഞ്ച് സ്പീഡ് കൺട്രോൾ അത് ചോദിക്കാറുണ്ട്. വൈഡ് റേഞ്ച് ആയിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ചോദിക്കാറുണ്ട്. സിമിലർലി വൈഡ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഗുഡ് എഫിഷ്യൻസിയുമാണ് ഇതിന്. ഓക്കെ, ഗുഡ് എഫിഷ്യൻസിയാണ്. സിമിലർലി സ്മൂത്ത് കൺട്രോളാണ്. ഓക്കെ, സ്മൂത്ത് സ്പീഡ് കൺട്രോളാണ് ഇവർക്ക് ഈ മെത്തേഡിന്. ദെൻ സിമിലർലി സ്പീഡ് റെഗുലേഷൻ ഈസ് ക്വൈറ്റ് ഗുഡ്. സ്പീഡ് റെഗുലേഷൻ ഈസ് ഗുഡ്. ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ ഇതിൽ. പ്രശ്നം എഴുതി വയ്ക്കുക, ഹൈ കോസ്റ്റ്. ഇനീഷ്യൽ കോസ്റ്റ് എന്താണ്? കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, പിന്നെ ഈ മോട്ടർ അല്ല ഓക്കെ, അത് അത്ര മതിയാവും. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട്ലിയാനോഡിൻ്റെ കാര്യങ്ങൾ ക്ലിയറായി. നമ്മളിനി ആ കോൺസ്റ്റൻറ്റ് ടോർക്കിലും കോൺസ്റ്റൻറ്റ് പവറിലും എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫ്ലക്സും ഇതും കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം. നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഈ ഗ്രാഫിൽ തന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് അതിലുണ്ടാവും. ഇപ്പോൾ സ്പീഡ്, അതുപോലെ തന്നെ ടോർക്കും ഉണ്ടാവും, പവറും ഉണ്ടാവും. രണ്ടും ഉണ്ട്, ടോർക്കും പവറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ടോർക്കും പവറും ഉണ്ടാവും ഈ ഗ്രാഫിൽ. നമ്മൾ ആ കാര്യങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബേസ് സ്പീഡ് സെറ്റ് ചെയ്യുക. ബേസ് സ്പീഡ് സെറ്റ് ചെയ്യുക ഇൻ ദ സെൻസ് നമ്മൾ ബേസ് സ്പീഡ് ഒന്ന് അതിൽ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ബേസ് സ്പീഡ് മാർക്ക് ചെയ്യുമ്പോൾ യു വിൽ ബി ഹാവിങ് ദിസ് ആസ് യുവർ റേറ്റഡ് സ്പീഡ്, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല ബേസ് സ്പീഡ്. അത് ബേസ് സ്പീഡ് അവരെ മാർക്ക് ചെയ്ത് വെക്കുക. ദെൻ അതോടൊപ്പം തന്നെ നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പോൾ ബേസ് സ്പീഡ് എന്നാണ് നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റിലുള്ള സ്പീഡ് എങ്ങനത്തെ സ്പീഡായിരിക്കും? അതായത് നമ്മുടെ സ്പീഡ് ലെഫ്റ്റിലുള്ള സ്പീഡ് ഏത് തരത്തിലുള്ള സ്പീഡായിരിക്കും? ഇതിനെക്കാട്ടിയും കുറഞ്ഞ സ്പീഡായിരിക്കും, ശരിയല്ലേ? അതായത് ബിലോ റേറ്റഡ് സ്പീഡായിരിക്കും, ശരിയല്ലേ? ഈ ഏരിയയിൽ ബിലോ റേറ്റഡ് സ്പീഡായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തായിരിക്കും? എബവ് റേറ്റഡ് സ്പീഡായിരിക്കും. ക്ലിയർ? അപ്പം ഈ എബവ് റേറ്റഡ് സ്പീഡ്, ബിലോ റേറ്റഡ് സ്പീഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിവിടെ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ടോർക്കിനെയും പവറിനെയും റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിലോ റേറ്റഡ് സ്പീഡിൽ നമ്മൾ ഏത് മെത്തഡാണ് യൂസ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. ബിലോ റേറ്റഡ് സ്പീഡിൽ ഏത് കൺട്രോളായിരുന്നു യൂസ് ചെയ്തത്? ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ. ഇത് ചോദിക്കും, ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ. എബോവ് റേറ്റഡ് സ്പീഡിലോ? എബോവ് റേറ്റഡ് സ്പീഡിൽ ഫ്ലക്സ് കൺട്രോൾ. ക്ലിയർ? അപ്പോൾ അതായി. അപ്പോൾ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോളും ഫ്ലക്സ് കൺട്രോളുമാണ്. ഇനി ടോർക്കിൻ്റെ സ്പീഡിൻ്റെയും കാര്യം പവറിൻ്റെയും കാര്യം നമുക്കറിയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ബിലോ റേറ്റഡ് സ്പീഡിൽ ഇഫ് സപ്പോസ് ദ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുകയെന്ന് വിചാരിക്കും. ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറണ്ടും അതുപോലെ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് എടുക്കുക, അതുപോലെ തന്നെ ആർമേച്ചർ കറണ്ടും കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുക. അങ്ങനെ ഫ്ലക്സും ആർമേച്ചർ കറണ്ടും കോൺസ്റ്റൻ്റ് ആക്കുകയാണെങ്കിൽ ടോർക്ക് എന്താവും? കോൺസ്റ്റൻ്റ് ആവും, ശരിയല്ലേ? നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഒമേഗ. അപ്പം ഇഫ് നിങ്ങളുടെ സ്പീഡ് കൂടുകയാണെങ്കിൽ നിങ്ങളുടെ പവറും കൂടുമല്ലോ, ശരിയല്ലേ? ഇഫ് നിങ്ങളുടെ സ്പീഡ് കൂടുകയാണെങ്കിൽ നിങ്ങളുടെ പവറും എന്ത് ചെയ്യും? കൂടും. ക്ലിയർ? അപ്പോൾ നമുക്ക് പറയാം, നിങ്ങളിവിടുത്തെ ഈ സ്ഥലത്ത് ഇവിടെ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോളിൽ നിങ്ങൾ എന്ത് ചെയ്യുവാണ്? നിങ്ങൾ ടോർക്കിനെ കോൺസ്റ്റൻ്റ് ആക്കുകയും ചെയ്യുന്നു, പവറിനെ കുറക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു കോൺസ്റ്റൻ്റ് ഗ്രാഫ് ആദ്യം വരക്കാം. ഇതാണ് നിങ്ങളുടെ ടോർക്ക്. ടോർക്ക് കോൺസ്റ്റൻ്റ് ആക്കുന്നു, പവർ എന്ത് ചെയ്യുന്നു? പവർ കൂടുന്നു. ഇതാണ് നിങ്ങളുടെ ഈ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോളിലുള്ള ഗ്രാഫ്. ഇനി ബേസ് സ്പീഡിനെക്കാട്ടിയും കൂടിയ സ്പീഡാണെന്ന് വിചാരിക്കുക. അതായത് ഫീൽഡ് കൺട്രോൾ ആണ് നമ്മൾ വരുന്നത്, അല്ലേ? ഫീൽഡ് എന്തല്ല ഇവിടെ? കോൺസ്റ്റൻ്റ് അല്ല.
ഫീൽഡ് കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വി ടീനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കുകയെന്ന് വിചാരിക്കും. വി ടീനെ കോൺസ്റ്റൻ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ ആർമേച്ചർ കറണ്ടിനെയും കോൺസ്റ്റൻ്റ് ആക്കുന്നെന്ന് കരുതുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോത്ത് പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് വി ടി ഇൻറ്റു ഐ എ. അതായത് രണ്ടും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ പവർ ഓട്ടോമാറ്റിക്കലി കോൺസ്റ്റൻ്റ് ആയില്ലേ. അപ്പോൾ പവർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മളെ ടോർക്കിൻ്റെ അവസ്ഥ എന്താ? പവർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടോർക്കിൻ്റെ അവസ്ഥ എന്താ? നിങ്ങളുടെ സ്പീഡ് എങ്ങനെയാണ്? എബോവ് റേറ്റഡ് സ്പീഡ് അല്ലേ. അപ്പോൾ ടോർക്ക് വിൽ ബി ഡിക്രീസ്ഡ്. ക്ലിയർ? അപ്പം ഈ കേസിൽ കോൺസ്റ്റൻ്റ് പവറും ഡിക്രീസ്ഡ് ടോർക്കും. അപ്പം കോൺസ്റ്റൻ്റ് പവർ ഇതാണ് നമ്മളെ പവറിൻ്റെ ഗ്രാഫ്. കോൺസ്റ്റൻ്റ് പവറും ഡിക്രീസ്ഡ് ടോർക്കും. സോ ഡിക്രീസ്ഡ് ടോർക്ക് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. ഇത് ടോർക്ക്, ഇത് പവർ. ക്ലിയർ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഗ്രാഫാണ്. ഇത് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻ്റ് ടോർക്കിലും കോൺസ്റ്റൻ്റ് ടോർക്ക് വേരിയബിൾ പവർ മോഡ് ഇങ്ങനെയാണ് ചോദിക്കുക. കോൺസ്റ്റൻ്റ് ടോർക്ക് വേരിയബിൾ പവർ മോഡ് എന്ന് പറയുന്നത് ഏത് സ്പീഡ് ഓപ്പറേഷനാണ്? അപ്പോൾ നമുക്കറിയണം അത് ബിലോ റേറ്റഡ് സ്പീഡ് ഓപ്പറേഷനാണ്. അതായത് ബിലോ റേറ്റഡ് സ്പീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോളാണ് യൂസ് ചെയ്യുന്നത്. ഇനി കോൺസ്റ്റൻ്റ് പവർ വേരിയബിൾ ടോർക്ക് മോഡിൽ ഏത് സ്പീഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബോവ് റേറ്റഡ് സ്പീഡാണ്. അവിടെ ഫ്ലക്സ് കൺട്രോൾ മെത്തഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണത്. ഓക്കെ, സോ അതാണ് നമുക്കവിടെ പറയാനായിട്ട് ഉള്ളത്. സോ ഈ കോൺസ്റ്റൻ്റ് പവർ ഡ്രൈവ് നമ്മൾ കോൺസ്റ്റൻ്റ് പവർ ഡ്രൈവും കോൺസ്റ്റൻ്റ് ടോർക്ക് ഡ്രൈവിൻ്റെയും നമ്മൾ പറയുമ്പോൾ പവറും സ്പീഡ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് പവർ ഡ്രൈവിലുള്ള അതിൻ്റെ എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്? അതായത് കോൺസ്റ്റൻ്റ് പവർ ഡ്രൈവ് ആണ്. കോൺസ്റ്റൻ്റ് പവർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം ഇവിടുത്തെ ടോർക്ക് എന്താണ്? ടോർക്ക് വേരിയബിൾ ആണ്. വേരിയബിൾ ടോർക്കാണ്. വേരിയബിൾ ടോർക്കും കോൺസ്റ്റൻ്റ് പവർ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എങ്ങനെയാണ് വരിക? കോൺസ്റ്റൻ്റ് ടോർക്ക് അവിടെ നിന്നോട്ടെ, പവർ അവിടെ നിന്നോട്ടെ, ടോർക്ക് ഇങ്ങനെയല്ലേ വരിക. അതായത് ഇത് ഏതൊക്കെ അപ്ലിക്കേഷനുകളാണ് യൂസ് ചെയ്യുക? അതായത് ക്യാരക്ടറിസ്റ്റിക് ചോദിച്ചാൽ എന്താ പറയേണ്ടത് നിങ്ങൾ? റെക്റ്റാങ്കുലർ ഹൈപ്പർബോള അല്ലേ. ഇത് ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോലെ? ടോർക്ക് സ്പീഡ് DC സീരീസ് മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോലെയല്ലേ ഉള്ളത്, ശരിയല്ലേ? അതായത് DC സീരീസ് മോട്ടർ ഏതൊക്കെ അപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടി എഴുതണം. ഇലക്ട്രിക് ട്രാക്ഷൻ, അതുപോലെ തന്നെ ലിഫ്റ്റ്, ദെൻ ലോക്കോമോട്ടീവ്സ്, ദെൻ ഹോയിസ്റ്റ്സ്, അതുപോലെ തന്നെ ക്രെയിൻസ്. ഇവിടെയൊക്കെ നമ്മൾ ഈ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഓക്കെ, അതാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് പവർ ഡ്രൈവിൽ സ്ഥിരമായിട്ട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതൊന്ന് ഡിസ്കസ് ചെയ്ത് കോൺസ്റ്റൻറ്റ് പവർ ഡ്രൈവ് വേരിയബിൾ ടോർക്ക് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഏതിൻ്റെ ഗ്രാഫ് പോലെ തന്നെയാണുള്ളത്? നമ്മുടെ DC സീരീസ് മോട്ടറിൻ്റെ ഗ്രാഫ് പോലെയുള്ളത്. അത് ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് എടുത്ത് പറഞ്ഞത്. ഓക്കെ, സോ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? നെക്സ്റ്റ് സെക്ഷൻ ഹെഡിങ് കൊടുക്കുക പാരലൽ ഓപ്പറേഷൻ. DC ജനറേറ്ററിൻ്റെ പാരലൽ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെന്തിനും പാരലലി നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മളെ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റിക്കും അതുപോലെ തന്നെ കറണ്ട് റേറ്റിംഗ് ഒക്കെ കൂട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്കുമാണ് അല്ലേ, ശരിയല്ലേ? അപ്പം ഈ പാരലൽ ഓപ്പറേഷനിൽ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ കണ്ടീഷനുകളാണ്, നെസസറി കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഹെഡിങ് കൊടുത്തോ നെസസറി കണ്ടീഷൻ. പാരലൽ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് ശരിക്കും അർത്ഥമാക്കുന്നത് എന്താ? ഇപ്പോൾ സപ്പോസ് നമ്മൾ കുറേ ജനറേറ്ററുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇൻ കേസ് ഏതെങ്കിലും പറഞ്ഞാൽ ഫെയിൽ ആയാലും നമുക്ക് നമ്മുടെ സിസ്റ്റം നമ്മുടെ പ്രോസസ്സ് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ
പിന്നെ പാരലലി ജനറേറ്ററുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് ഒരെണ്ണം ഫെയിൽ ആയാലും മറ്റൊന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മോട്ടറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ മോട്ടർ അല്ലെങ്കിൽ ജനറേറ്ററിന് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷനുകളെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, നെസസറി കണ്ടീഷൻ. ഒന്നാമത്തെ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പൊളാരിറ്റി ഓഫ് ടു ജനറേറ്റേഴ്സ്. രണ്ട് ജനറേറ്റേഴ്സിന് പൊളാരിറ്റി ഓഫ് ടു ജനറേറ്റേഴ്സ് ഷുഡ് ബി സെയിം. രണ്ട് ജനറേറ്റേഴ്സിന് പൊളാരിറ്റി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് ഈ പൊളാരിറ്റി സെയിം ആയില്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇഫ് യു പൊളാരിറ്റീസ് ആർ നോട്ട് സെയിം, ആ രണ്ട് ജനറേറ്ററിൻ്റെയും ഇടയിലെ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അത് പുതിയൊരു ടേമാണ് ആക്ച്വലി, അത് പറയാം. സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ട് ജനറേറ്ററിന് പൊളാരിറ്റി സെയിം അല്ലെങ്കിൽ അതിൽ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. രണ്ടാമതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, the EMF induced in both the generators should be same. നമ്മുടെ ജനറേറ്റേഴ്സിൻ്റെ ഇടയിലുള്ള EMF രണ്ടിൻ്റെയും എന്താവണം, സെയിം ആവണം. ഇല്ലെങ്കിലും ഈ പറഞ്ഞ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ അതിൽ ഉണ്ടാവും. അതുകൊണ്ട് ഈ രണ്ട് കണ്ടീഷനും നിർബന്ധമായിട്ട് നമ്മൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ട്രാൻസ്ഫോമർ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഫ്രീക്വൻസി സെയിം ആവണം അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. പക്ഷെ നമുക്കിവിടെ ഇത് നമ്മൾ മോട്ടറല്ലേ, അത് നമ്മളെ മെഷീൻ, റൊട്ടേറ്റിംഗ് മെഷീനുകളല്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഫ്രീക്വൻസി അങ്ങനത്തെ ടേമുകളൊന്നും തീരെ വരുന്നില്ല, ശരിയല്ലേ. ബാക്കിയുള്ള സ്പീഡും ടോർക്കും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ അല്ലെങ്കിൽ AC മെഷീനുകളിൽ, DC മെഷീനുകളിൽ പ്രത്യേകത. ഇവിടെ കൂടുതൽ സ്പീഡ്, ടോർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പം EMF ഇൻഡ്യൂസ് ചെയ്യാൻ വയ്ക്കണം. അതുപോലെ രണ്ടെണ്ണം പാരലൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടെർമിനൽ വോൾട്ടേജ് സെയിം ആയിരിക്കണം. ഓക്കെ, നമ്മളെ ടെർമിനൽ വോൾട്ടേജ് സെയിം ആയിരിക്കണം. പക്ഷേ ഈ ടെർമിനൽ വോൾട്ടേജ് സെയിം ആകുമ്പോൾ തന്നെ ഇവിടെ ലോഡ് ഷെയറിങ് നടക്കണ്ടേ, അതല്ലേ നമ്മൾ അൾട്ടിമേറ്റ്. അതായത് ലോഡ് കറണ്ട് ഷെയറിങ് നടക്കണം. ഇറ്റ് ഷുഡ് ഷെയർ ദ ലോഡ് കറണ്ട് അല്ലേ. ടെർമിനൽ വോൾട്ടേജ് സെയിം ആയി അങ്ങനെ ഇരുന്നാൽ പോലെ നമുക്ക് ലോഡ് കറണ്ടിൻ്റെ ഷെയറിങ് എന്തായിരിക്കണം, കൃത്യമായിരിക്കണം. ലോഡ് ഷെയറിങ് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നടക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ അതൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് വരുന്നത്. അപ്പം ഇഫ് സപ്പോസ് നമുക്ക് രണ്ട് ലോഡ് കറണ്ട് ഉണ്ടെങ്കിൽ IL1 IL2 ആഡപ്പ് ചെയ്യുന്ന സാധനമായിരിക്കും നമ്മുടെ ടോട്ടൽ ലോഡ് കറണ്ട്, ശരിയല്ല. കാരണം രണ്ട് കറണ്ടിൻ്റെയും അതായത് രണ്ടും യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡൊക്കെ നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കൊക്കെ തരുമ്പോൾ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. വേറെ അതിൽ പ്രത്യേകിച്ച് വലിയ ഫിഗറുകളോ അങ്ങനെ വലിയൊരു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങളതിൻ്റെ കണ്ടീഷനുകളും കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്തൊരു ഹെഡിങ് കൊടുത്തോ. ഈ പാരലൽ ഓപ്പറേഷൻ്റെ പോലെ തന്നെ റിലേറ്റഡ് ആണ് ഈക്വലൈസർ കണക്ഷൻ. എന്താണ് ഈക്വലൈസർ കണക്ഷൻ? എന്താണ് ഈ ഈക്വലൈസർ കണക്ഷൻ? ഈ ഈക്വലൈസിങ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, ഈക്വലൈസിങ് കണക്ഷൻ അവിടെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ജനറേറ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഈ ക്വസ്റ്റ്യൻ ഈക്വലൈസർ കണക്ഷൻ്റെ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് യൂസ്ഡ് വെൻ ടു ജനറേറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ ജനറേറ്ററുകളാണ് നമുക്ക് പാരലലി കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കണം. അതായത് ദിസ് ക്യാൻ ബി യൂസ്ഡ് വെൻ സീരീസ് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ടു ബി യൂസ്ഡ് ഇൻ പാരലൽ. നമ്മൾ ഈ പാരലൽ കണക്ഷനിൽ സീരീസും അതുപോലെ കോമ്പൗണ്ട് ജനറേറ്ററുകളാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഈക്വലൈസർ കണക്ഷൻ്റെ സമയത്ത്. അപ്പോൾ ഈക്വലൈസർ കണക്ഷൻ ഏതൊക്കെയാണ് പോസിബിൾ ആവുള്ളൂ എന്ന് ചോദിച്ചാൽ സീരീസിലും കോമ്പൗണ്ടിലെ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, സോ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടേമാണ്. ഇനി
എങ്ങനെയാണ് ഈക്വലൈസിങ് കണക്ഷൻ്റെ ഫംഗ്ഷൻ നമുക്കൊന്ന് നോക്കാം. ഇത് ഒബ്ജക്റ്റീവായിട്ട് വരാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് ചെറിയൊരു കാര്യങ്ങൾ അറിയാം. ഓക്കെ, നമ്മൾ രണ്ടെണ്ണം വരച്ചിട്ടുണ്ട്. ഇത് EA1, ഇത് EA2, ഇത് RA1, ഇത് RSC1, ഇത് RSC2, ഇത് RA2. ഓക്കെ, ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IL1, ഇതിലെ IL2 രണ്ടിലും കൊടുക്കാറുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ഇപ്പോൾ ഇത് ആക്ച്വലി ഒരു പാരലൽ ഓപ്പറേഷൻ പോലെ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പം പാരലൽ ഓപ്പറേഷൻ്റെ സമയത്ത് നമ്മളിവിടെ പറയാറുണ്ട് നമ്മുടെ വോൾട്ടേജ് രണ്ട് സ്ഥലത്തുള്ള വോൾട്ടേജും സെയിം ആവണം, എന്നാലും മാത്രമേ പാരലൽ ഓപ്പറേഷൻ പോസിബിൾ ആവണമെന്ന് പറഞ്ഞു അല്ലേ. ഹിയർ വി ആർ അസ്യൂമിങ് നമ്മുടെ EA1 ഗ്രേറ്റർ ദാൻ EA2 ആണെന്ന് അസ്യൂം ചെയ്യും. അതായത് ഇവിടുത്തെ കറണ്ട് എന്തല്ല, വോൾട്ടേജ് എന്തല്ല, EMF എന്തല്ല, സെയിം അല്ല. EMF സെയിം അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ എന്ത് ചെയ്യും, ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് പറയണം. അപ്പോൾ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും, ശരിയല്ലേ? അപ്പോൾ രണ്ട് സെയിം അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. ആ സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അത് KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ EA1 മൈനസ് EA2 ഡിവൈഡഡ് ബൈ RA1 പ്ലസ് RA2 പ്ലസ് RSC1 പ്ലസ് RSC2, ശരിയല്ലേ? അപ്പോൾ സർക്കുലേറ്റിംഗ് കറണ്ട് കാരണം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുള്ള ലോഡ് കറണ്ട് കൂടും, അതുപോലെ തന്നെ ഇപ്പുറത്തെ സ്ഥലത്തുള്ള ലോഡ് കറണ്ട് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ IL1 കൂടും, IL2 എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ഇത് രണ്ടും എങ്ങനെയാണുള്ളത്, സീരീസ് വൈൻഡിങ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ സീരീസ് വൈൻഡിങ്ങിൽ നമുക്കറിയാം ഫീൽഡ് വൈൻഡിങ്ങിൽ ലോഡ് കറണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം IF1 ഈക്വൽ ടു എന്താണ്, IL1, അതുപോലെ IF2 ഈക്വൽ ടു എന്താണ്, IL2, ശരിയല്ലേ? ഇഫ് നിങ്ങളുടെ E1 കൂടുകയാണ്, അതായത് E1 ആണല്ലോ കൂടുന്നത്, E1 കൂടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിന് മുന്നേ ഇപ്പം ഇഫ് സപ്പോസ് നിങ്ങൾ IL1 കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം IF1 കൂടുകയാണ്. ഓക്കെ, അതായത് IL2 കുറയാന്ന് പറഞ്ഞാൽ IF2 കുറയാണ്, അത് നടക്കട്ടെ. അപ്പോൾ E1 കൂടുകയാണ്, അതേപോലെ തന്നെ E2 എന്താണ്, കുറയുകയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കൂ, നിങ്ങൾ E1 കൂടുന്നു, E2 കുറയുന്നു. ഇത് കുറയാന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി കൂടുന്ന എഫക്റ്റ് അല്ലേ. അതായത് ഇന്ന എഫക്റ്റ് നിങ്ങളെ സർക്കുലേറ്റിംഗ് കറണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. നിങ്ങളുടെ IL1 കൂടുന്നു, IL2 കുറയുന്നു, അതായത് നിങ്ങളെ സർക്കുലേറ്റിംഗ് കറണ്ട് ഇൻ എഫക്റ്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഓക്കെ, സോ ഹിയർ IL1 ഇൻക്രീസസ് ആൻഡ് IL2 ഇൻക്രീസസ്. ഹിയർ സർക്കുലേറ്റിംഗ് കറണ്ട് ഇൻക്രീസസ് ഇഫ് യു ആർ അസ്യൂമിങ് ലൈക്ക് ദിസ്. നേരെ തിരിച്ചാണെങ്കിൽ നേരെ തിരിച്ച് തന്നെ വരും. അതായത് സർക്കുലേറ്റിംഗ് കറണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സർക്കുലേറ്റിംഗ് കറണ്ട് നമ്മൾ ഈ കാണിച്ച ഫീൽഡ് വൈൻഡിങ്ങിൽ എൻ്റർ ചെയ്താൽ ഒബ്വിയസ്ലി എന്താണ് പ്രശ്നം വരിക, ഇഫ് ദ സർക്കുലേറ്റിംഗ് കറണ്ട് ഈസ് എൻറ്ററിങ് ദ ഫീൽഡ് വൈൻഡിങ്, ഈ ഫീൽഡ് വൈൻഡിങ് ആയ RSC1 RSC2 റെസിസ്റ്ററുകൾ അവിടെ ഈ ഫീൽഡ് കറണ്ട് വരുവാണ്. അങ്ങനെയാണെങ്കിൽ ഫീൽഡ് കറണ്ട് ഒരു സ്ഥലത്തെ കൂടും, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കൂടും, മറ്റേ സ്ഥലത്ത് എന്ത് ചെയ്യും, കുറയും. അപ്പം EMF ഒരു സ്ഥലത്ത് കൂടും, അത് ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ അങ്ങനെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ സർക്കുലേറ്റിംഗ് കറണ്ടാണ് കൂടുന്നത്. ഇത് രണ്ടും ഇങ്ങനെ കൂടി 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 പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എൻറ്റയർ ലോഡ്, ഒരു ജനറേറ്ററിൽ കൊടുക്കുന്ന എൻറ്റയർ ലോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് വിൽ നോട്ട് സപ്ലൈ ദ കറണ്ട് ടു ദ അതർ. മറ്റതിലേക്ക് എന്ത് ചെയ്യില്ല, ഈ കറണ്ട് എന്ത് ചെയ്യില്ല, കൊടുക്കില്ല. ഈ ഫീൽഡ് വൈൻഡിങ്ങിൽ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ആൻഡ് എൻറ്റയർ ലോഡ് കറണ്ട് സപ്ലൈ ഈസ് സപ്ലൈഡ് ബൈ വൺ ജനറേറ്റർ. ഒരു ജനറേറ്റർ തന്നെ കംപ്ലീറ്റ് ലോഡ്, അതായത് ജനറേറ്റർ നമ്മൾ ഈ ജനറേറ്റർ ഈ വൺ ജനറേറ്റർ ആയിരിക്കും, കാരണം ഇവിടെയാണ് ലോഡ് കറണ്ട് കൂടുതൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വലിയ റോൾ ഉണ്ടാവില്ല. IL2 കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ the entire load current is supplied by one generator while the other generator does not supply any current. മറ്റേ ജനറേറ്റർ ഒരു കറണ്ടും എന്ത് ചെയ്യുന്നില്ല, സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ
ഒരു ജനറേറ്റർ സപ്ലൈ ചെയ്യുന്നു, മറ്റേ ജനറേറ്റർ ഒന്നും സപ്ലൈ ചെയ്യാത്ത ഘട്ടത്തിൽ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ ഫ്ലോ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ അവിടെ എത്തുന്നതിന് മുന്നേ ഒരു ബാർ കണക്ട് ചെയ്യുന്നു. ക്ലിയർ? ഒരു ബാർ കണക്ട് ചെയ്യുന്നു. ഈ ബാറിനെ വിളിക്കുന്ന പേരാണ് ഈക്വലൈസർ കണക്ഷൻ. ഓക്കെ, അതായത് ഇവിടെ ഒരു കണക്ഷൻ മേക്ക് ചെയ്യുന്നു, അതിൻ്റെ പേരാണ് ഈക്വലൈസർ കണക്ഷൻ. ഇങ്ങനെ നമ്മളൊരു ബാർ കീപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്തായിരിക്കും? നമ്മൾ ഈക്വലൈസർ കണക്ഷൻ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് മെഷീനും വിൽ ബി കണക്റ്റഡ് ടുഗദർ. ശരിയല്ലേ? രണ്ട് മെഷീനും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കണക്ഷൻ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? ദിസ് കണക്ഷൻ വിൽ നോട്ട് അലൗ ദ IC ടു എൻ്റർ ദ ഫീൽഡ് വൈൻഡിങ്. ഈ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നില്ല. അപ്പോൾ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് വൈൻഡിങ് രണ്ട് സ്ഥലത്തും എന്താണ്? കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണ്. നമ്മൾ രണ്ട് സ്ഥലത്തും ഫീൽഡ് വൈൻഡിങ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തെയും EMF എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ EMF നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി പറ്റി. അപ്പം ഈ ഈക്വലൈസർ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സർക്കുലേറ്റിംഗ് കറണ്ട് എന്തിലേക്ക് പോവാതെ സഹായിക്കുന്നത്? ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് പോവാതെ സഹായിക്കുന്നത്. മനസ്സിലായില്ല? അപ്പം ഈ മെയിൻ പർപ്പസ്, ഈക്വലൈസർ ഫംഗ്ഷൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ സർക്കുലേറ്റിംഗ് കറണ്ട് കൂടാതെ നോക്കാനുള്ള പ്രോഗ്രാമാണ്. ഇത് നമ്മൾ പാരലൽ ഓപ്പറേഷന് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം പാരലൽ ഓപ്പറേഷനിൽ നമ്മൾ പറഞ്ഞിട്ട് EMF സെയിം ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്താണ്? സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഈക്വലൈസറിംഗ് കറണ്ടുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് സർക്കുലേറ്റിംഗ് കറണ്ട് എത്തുന്നത് നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഈ ഫീൽഡ് കറണ്ടിലേക്ക് എത്തിയാലാണ് ഡാമേജുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ശരിയല്ല? അപ്പോൾ ഫീൽഡ് കറണ്ടിങ് എത്താതെ സർക്കുലേറ്റിംഗ് കറണ്ട് ഹാപ്പൻ. ഇത് സ്ഥിരമായിട്ടില്ല, നല്ലൊരു പോയിന്റാണ് ആക്ച്വലി. കാരണം ഈക്വലൈസർ കണക്ഷൻ എന്തിനു യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫീൽഡ് കറണ്ടിൽ കറണ്ട് എത്താത്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഈ മെഷീനെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫ്ലോ ക്ലിയർ ആയാം. അപ്പം എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യാൻ? ഈ രണ്ട് ജനറേറ്ററുകളും പാരലായിരിക്കണം. ഏതൊക്കെ ജനറേറ്ററുകളിലാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക? ദിസ് ഈസ് യൂസ്ഡ് ഇൻ യുവർ സീരീസ് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ. അതും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഈക്വലൈസിങ് ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ ആലോചിക്കുക. സർക്കുലേറ്റിംഗ് കറണ്ട് എത്താതിരിക്കലാണ് സീരീസ് ജനറേറ്ററും അതുപോലെ തന്നെ കോമ്പൗണ്ട് ജനറേറ്ററിലുമാണ് ഇത് യൂസ് ചെയ്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് സ്പീഡ് കൺട്രോൾ, പാരലൽ ഈക്വലൈസിംഗ് കണക്ഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പോർഷൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ക്ലിയർ? സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ബ്രേക്കിംഗ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ടെസ്റ്റുകളുള്ള ചെറിയ ടോപ്പിക്കാണ് ടെസ്റ്റുകൾ. പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ മെഷീൻ്റെ മോട്ടറിൻ്റെ ഒക്കെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ ബിഗ് ടോപ്പിക്സ് ആയ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ടോപ്പിക്സ് ആയ ആർമേച്ചർ വൈൻഡിങ് എടുക്കണം. ആർമേച്ചർ വൈൻഡിങ്, അതുപോലെ ആർമേച്ചർ റിയാക്ഷൻ, അതുപോലെ തന്നെ കമ്മ്യൂട്ടേഷൻ പ്രോസസ്സ് എന്നീ മൂന്ന് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റുകളും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് ടോപ്പിക്ക്. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ടോപ്പിക്കുകളാണ്. കുറേയേറെ ഇൻഫറൻസുകൾ നമുക്കതിൽ നിന്ന് നടത്താനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.